മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ആദിത്യൻ ജയൻ. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2005 മുതൽ മിനി സ്ക്രീനിന്റെ ഭാഗമാണ് നടൻ. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും ആദിത്യൻ അഭിനയിച്ചിട്ടുണ്ട്. മണിയറക്കള്ളനാണ് ആദ്യ സിനിമ. നടൻ രാജൻ പി ദേവ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത്. സിനിമകളിൽ സഹനടന്റെ റോളുകളിലാണ് തിളങ്ങിയതെങ്കിൽ സീരിയലിൽ സജീവമായപ്പോൾ ആദിത്യൻ ശ്രദ്ധ നേടിയത് നെഗറ്റീവ് റോളുകളിലൂടെയാണ്. ആകാശദൂത്, മറ്റൊരുവൾ തുടങ്ങി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. വിവാദങ്ങളാൽ നിറഞ്ഞ കരിയറാണ് നടൻ്റേത്. നടി അമ്പിളി ദേവിയുമായി നടന്ന വിവാഹമോചനമാണ് അതിലൊന്ന്. പീഡനത്തിന് ആദിത്യന്റെ പേരിൽ അമ്പിളി പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുകയാണ് താരം. ഇപ്പോഴിതാ പുതിയൊരു റോളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ. നടനിൽ നിന്നും അവതാരകനിലേക്ക്. സിനിമാ ദി ക്യൂ എന്ന യൂട്യൂബ് ചാനലിന്റെ പോഡ്കാസ്റ്റിന്റെ അവതാരകൻ ആദിത്യനാണ്. ആദിത്യന്റെ മനോഹരമായ അവതരണത്താൽ പതിവ് മുഖാമുഖ പരിപാടികളിൽ നിന്നെല്ലാം വേറിട്ടൊരു അനുഭവം ലഭിച്ചു എന്നും ആസ്വാദകർക്ക് ഒട്ടും മുഷിച്ചിൽ തോന്നാത്ത പരകായ പ്രവേശം ഭംഗിയായി നടൻ നിർവഹിച്ചു എന്നുമാണ് പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ച പ്രതികരണം. സീരിയൽ താരം സ്നേഹ സുരേന്ദ്രനായിരുന്നു ആദിത്യന്റെ പോഡ്കാസ്റ്റിലെത്തിയ ആദ്യത്തെ അതിഥി. ഇവരുടെ സംഭാഷണത്തിന്റെ വീഡിയോകൾ ചെറിയ ഭാഗങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇപ്പോൾ അതാണ് ചർച്ചയായിരിക്കുന്നത്. സ്നേഹ സുരേന്ദ്രനുമായി സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആദിത്യൻ സംസാരിച്ചതിൻ്റെ ഭാഗമാണ് വൈറലായത്. കൊളാബ് ചെയ്യുന്നുണ്ടല്ലേ, അതിൽ നിന്നും സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് സ്നേഹയോട് ചോദിച്ചു. കൊളാബ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് ചെറിയ രീതിയിൽ വരുമാനം വരുന്നുണ്ടെന്നും കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ടി വരുമെന്നാണ് സ്നേഹ പറഞ്ഞത്. രേണുസുതിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടെ എന്നാണ് പിന്നീട് ആദിത്യൻ ചോദിച്ചത്. വേണ്ട ചേട്ടാ, അതിന് താല്പര്യമില്ല. രേണുസുതി ചെയ്തോട്ടെ, ചേട്ടന് വേറെ അക്കൗണ്ട് ഞാൻ അയച്ചു തരാമെന്ന് സ്നേഹ മറുപടി പറഞ്ഞു. അത് കേട്ട് വേണ്ട, ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇപ്പോൾ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും വേണ്ടെന്നായിരുന്നു നടന്റെ മറുപടി. ഇത് കേട്ട് രണ്ട് കുടുംബം തകർത്തതല്ലേ, അടുത്തത് സെറ്റാക്കാൻ നോക്കുകയാണോ എന്നാണ് ചിലർ നടന്റെ മുൻകാല ജീവിതവുമായി താരതമ്യം ചെയ്ത് വിമർശിച്ചു കുറിച്ചത്. അതേസമയം മറ്റു ചിലർ അതിശയപ്പെട്ടത് നടന്റെ മുഖത്ത് വന്ന മാറ്റം കണ്ടാണ്. മുഖം കരുവാളിച്ചിരുന്നു. ഇരുനിറമാണ് ആദിത്യന്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ചിലരുടെ. കരൾ രോഗം ബാധിച്ചവരുടെ മുഖം ഇത്തരത്തിൽ കരുവാളിക്കാറുണ്ടെന്നാണ് കമന്റ് ബോക്സിൽ ചിലർ കുറിച്ചത്. ദൈവം നല്ല എന്തോ പണി കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ മുഖമൊക്കെ മാറിപ്പോയല്ലോ, ആദിത്യൻ എങ്ങനെയാണ് കറുത്തത്, മുഖം എന്തുപറ്റി, ലിവർ പോയി എന്ന് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. എന്നാൽ ഇപ്പോൾ നടൻ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. എനിക്കൊരു അലർജി ഉണ്ടായതാണ്, ഹെയർ ഡൈയോ മറ്റോ യൂസ് ചെയ്ത സമയത്താണ് ഈ അലർജി ഉണ്ടായത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. എന്തൊക്കെയാണ് ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ. എനിക്ക് ഇത്ര മാത്രമേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അറിയിക്കാം. ഇങ്ങനെയാണ് ആദിത്യൻ ആദിത്യന് കരൾ രോഗമാണെന്നും അമ്പിളി ദേവിയുടെ ശാപം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെയാണ് ഒരുപാട് പേർ കമന്റ്സുകളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തയായി. എന്നാൽ തനിക്ക് കടുത്ത രോഗമൊന്നുമില്ലെന്നും തനിക്ക് വെറും ഒരു അലർജി വന്നതാണെന്നും അതുകൊണ്ടാണ് മുഖത്തിങ്ങനെ സംഭവിച്ചതെന്നുമാണ് ആദിത്യൻ ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത്.